ആഞ്ചലോസ് ഉണ്ട്, CPIയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. ശ്രീ TJ ആഞ്ചലോസ്, താങ്കളടക്കം ശക്തമായ ഈ സീപ്ലെയിൻ്റെ രണ്ടാം വരവിലും പഴയ വാദങ്ങൾ തന്നെ ഉയർത്തിയതാണ്, ശക്തമായി എതിർപ്പ് ഉയർത്തുകയാണ്. സർക്കാർ നിങ്ങളുടെയൊക്കെ ആശങ്ക പരിഹരിക്കും എന്ന് അറിയിച്ചിരുന്നു. അത്തരം ഘട്ടത്തിലും നിങ്ങളുടെ ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാന്ന് തന്നെയാണോ? അല്ല, എയർപോർട്ടുകളിൽ നിന്ന് ഡാമുകളിലേക്ക് സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. എന്നാൽ മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ സീപ്ലെയിൻ പദ്ധതി കൊണ്ടുവരുന്നതിനോടാണ് എതിർപ്പ്. അല്ല, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഡാമുകളിലോ മറ്റു കേന്ദ്രങ്ങളിലോ ആരംഭിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിരല്ല. ശരി, അതിലേക്ക് വരുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2017 കാലഘട്ടത്തിൽ 2014 15 ഇടയിലുള്ള കാലഘട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അന്നത്തെ ടൂറിസം സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി കണ്ടെത്തിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, സീപ്ലെയിൻ എന്തുകൊണ്ട് മത്സ്യസമ്പത്തിന് മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷകരമാവില്ല, അല്ലെങ്കിൽ അവർക്കുള്ള ആശങ്കകൾ പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് സംബന്ധിച്ച സാഹചര്യം ആ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം റിപ്പോർട്ടുകളെ അധികരിച്ചുകൊണ്ടൊരു നിലപാട് മാറ്റം CPIക്ക് ഉണ്ടാകുമോ? CPIയുടെ നിലപാടല്ല ഞാൻ പറയുന്നത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെതാണ്. ഇപ്പൊ ബോൾഗാട്ടിൽ നിന്ന് ട്രയൽ റൺ നടത്തിയല്ലോ. അപ്പോ മണിക്കൂറുകളോളം അവിടെ മറ്റ് ഗതാഗതം ബോട്ട് യാത്ര ഉൾപ്പെടെ ബാൻ ചെയ്തുകൊണ്ട് ഈ സീപ്ലെയിൻ അവിടെ പറന്നുയരുമ്പോൾ എത്രത്തോളം ജലാശയത്തെ ബാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ വിഷ്വൽ നോക്കിയാൽ കൃത്യമായും മനസ്സിലാകും. അത് ഈ പറയുന്ന ഞങ്ങളുടെ ഇതനുസരിച്ച് ഒരു വാട്ടർ ഡ്രോം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു 750 ഏക്കർ ജലാശയം വേണ്ടിവരും എന്നുള്ളതാണ്. ഈ 2013 പുന്നമടയിലെ അത്തരം പദ്ധതി വന്നപ്പോൾ അത്തരം പ്രദേശമാണ് വളച്ചു കെട്ടിയെടുത്തത്. അങ്ങനെ ഒരു 15 കേന്ദ്രങ്ങളാണ് അന്ന് ലക്ഷ്യം വെച്ചത്. അപ്പോ അതേ മാതൃകയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പൊ ഗുജറാത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടല്ലോ, കഴിഞ്ഞ ഒക്ടോബറിലാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു ദിവസം പോലും പദ്ധതി മുന്നോട്ട് പോയില്ല എന്നാണ് വാർത്തകളിലൂടെ ബോധ്യപ്പെടുന്നത്. കാരണം അത് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ വിസിബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിട്ടും പദ്ധതി പരാജയപ്പെട്ടു. ഇവിടെ ഇനി പരാജയപ്പെട്ടാല് മത്സ്യത്തൊഴിലാളി സംഘടനകളെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഡാമുകളിലും മറ്റു കേന്ദ്രങ്ങളിലും എല്ലാം നടത്തുന്നതിന് മത്സ്യത്തൊഴിലാളി സംഘടനയ്ക്ക് യാതൊരു എതിർപ്പുമില്ല. അല്ലെ, ഡാമുകളിൽ നടത്തട്ടെ, അത്തരം സാധ്യത നോക്കട്ടെ. അതിനപ്പുറം കേരളത്തിൻ്റെ ഈ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്ന സാധ്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിനുള്ള ഏറ്റവും സാധ്യത സീപ്ലെയിൻ എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. ഞാൻ ചോദിക്കുന്നത്, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കുന്ന പക്ഷം ഈ പദ്ധതി കായൽ മേഖലയിൽ നടത്താനാവില്ല എന്ന നിലപാടിൽ തന്നെയാണോ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അടക്കമുള്ള? അല്ല, ഏതെങ്കിലും 1-2 കേന്ദ്രങ്ങളിൽ ഞാനും പറഞ്ഞല്ലോ, ഗുജറാത്തിലെ പട്ടേൽ പ്രതിമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു എന്നാണ് വാർത്തകളിൽ കണ്ടത്. പക്ഷെ പിന്നീട് മുന്നോട്ട് പോയില്ല. അപ്പൊ കേരളത്തിലെ ഏതെങ്കിലും പ്രധാന കേന്ദ്രങ്ങളെ നടത്തി വിജയിക്കുന്ന ഘട്ടങ്ങളിലല്ലേ നമ്മളത് ആലോചിക്കേണ്ടത്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന കേന്ദ്രങ്ങൾ അവരുടെ ഉപജീവന മാർഗമാണ്. ആ കേന്ദ്രങ്ങൾ തന്നെ ഇതിന് തെരഞ്ഞെടുക്കണമെന്നുള്ള വാശിയില്ലല്ലോ. ഇപ്പോ സീപ്ലെയിൻ വെള്ളത്തിൽ മാത്രമല്ല ഇറങ്ങുന്നത്, കരയ്ക്കും ഇറങ്ങാൻ കഴിയും. അപ്പൊ ഇപ്പൊ ഇതിനു മുമ്പ് ഒരിക്കലും ഹെലികോപ്റ്റർ പദ്ധതി പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആവിഷ്കരിച്ചതാണ്. ഒരു ദിവസം പോലും ആ പദ്ധതി മുന്നോട്ട് പോയില്ല. കാരണം അത് ലാഭകരമല്ല എന്നുള്ളതുകൊണ്ടാണ് ആ പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് പൊളിഞ്ഞു പോയത്. ഇത് മറ്റു കേന്ദ്രങ്ങളിൽ ഫലപ്രദമായി നടത്തി വിജയിക്കട്ടെ. എന്തായാലും അതിനുള്ള അവസരം ഉണ്ടല്ലോ കേരളത്തിൽ. അതായത് ഒരു തുറന്ന ആദ്യം തന്നെ മത്സ്യത്തൊഴിലാളി കേന്ദ്രങ്ങളിൽ വേണമെന്നുള്ള വാശി വേണ്ടല്ലോ. ഡാമുകളിൽ നിന്ന് എയർപോർട്ടുകളാകാം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാകാം, പൊന്മുടിയാകാം, മറ്റു കേന്ദ്രങ്ങളാകാം, അതൊക്കെ ചെയ്യട്ടെ. ഓക്കെ, അപ്പം അതായത് ഇക്കാര്യത്തിൽ ഒരു തുറന്ന സമീപനമാണ് നിങ്ങൾക്കുള്ളത്. അതായത് മറ്റിടങ്ങളിൽ കേരളത്തിന് സാധ്യതയുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കുന്ന പക്ഷം അത് കായൽ മേഖലയിലേക്കും ഭാവിയിൽ കൊണ്ടുവരാം എന്നൊരു സമീപനം തന്നെയാണ്. അല്ലല്ല, മത്സ്യത്തൊഴിലാളി കേന്ദ്രങ്ങളിൽ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉറച്ച നിലപാടാണ്. ഞാൻ പറയുന്നത്, ഇതിനു മുമ്പും ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് വന്നു, ഇത്തവണയും ഈ സീപ്ലെയിൻ ഇങ്ങനെ വരുന്നു. എന്നിട്ട് പിന്നീട് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയാൽ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് കാരണം നടന്നില്ല എന്നുള്ള പേരുദോഷം വേണ്ട. ഫലപ്രദമായി ഒരുപാട് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന കേന്ദ്രങ്ങളല്ലാതെ ഒരുപാട് ഡാമുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതെവിടെ ഇറങ്ങാമല്ലോ, ലാൻഡിലും ഇറങ്ങാം, വാട്ടറിലും ഇറങ്ങാം. അതുകൊണ്ട് അത് നടത്തി വിജയിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.
ഓക്കെ. എന്തായാലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾ നേരത്തെ ചില സമരപ്രഖ്യാപനങ്ങളും അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ശ്രീ MC പ്രസാദ് നമുക്കൊപ്പമുണ്ട്. ഈ വട്ടക്കായൽ ഉൾപ്പെടുന്ന ടെർമിനൽ അവിടുത്തെ കൈനകരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ശ്രീ പ്രസാദ്, ഈ വട്ടക്കായൽ പോലെ ആഴം കൂടിയ മേഖലകളിൽ ഇപ്പോഴും ഇത് വേമ്പനാട്ട് കായലിൽ സാധ്യമാണെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇത് വരുന്നതിനെ എതിർക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മളിപ്പോ ഇത് വേമ്പനാട്ട് കായലിന്റെ ഭാഗമായിട്ട് വട്ടക്കായലാണ്. ഇത് കൈനകരി പഞ്ചായത്തിലെ 13ാം വാർഡിലാണ് ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന സീപ്പൈൻ സംബന്ധിച്ച് പറയുന്നത്. അവിടെ ഇപ്പോ നിലവിൽ തന്നെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. ഒരു ടെർമിനൽ ഉണ്ട്, ഹൗസ് ബോട്ട് ടെർമിനൽ ഉണ്ട്, അനുബന്ധ പാർക്ക് സൗകര്യങ്ങളുണ്ട്. പക്ഷെ 2014 12 കോടി രൂപ മുടക്കി പണി പൂർത്തീകരിച്ചെങ്കിലും അത് ഫങ്ഷനിങ് ആയിട്ടില്ല. അത് അനാഥമായി കിടക്കുകയാണ്. അപ്പൊ ഞങ്ങളിപ്പോ അത് അങ്ങനെയാണെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പൊ സ്വാഭാവികമായും ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ അവിടെ ഒരു പദ്ധതി CPM പദ്ധതി വരുന്നതിൽ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അപ്പോ സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ചില ആശങ്കകൾ. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഓരോ പദ്ധതി വരുമ്പോൾ ഇതിനായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം ഉയർന്നു വരുന്നതാണ്. അപ്പൊ മറ്റു തൊഴിലാളികൾക്കാണെങ്കിലും പരിസരവാസികൾക്കാണെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പദ്ധതി വളരെ നന്നായി നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതിയാണ്. ഇനിയുള്ള സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കേവലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പദ്ധതിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അതെല്ലാം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി നമ്മുടെ സാധ്യതകൾ നമ്മുടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് പദ്ധതി നടപ്പാക്കാൻ എതിർപ്പില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അതായത് ഇത് സംബന്ധിച്ചെന്ന് വെച്ചാൽ അന്ന് പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആശങ്കകൾക്ക് വസ്തുതയില്ല. കാരണം അത് ശാസ്ത്രീയമായി തന്നെ പഠനങ്ങൾക്ക് വിധേയമായി മത്സ്യമേഖലയ്ക്ക് ബാധിക്കില്ല എന്ന കണ്ടെത്തൽ ഉണ്ടായതാണ്. എന്തായാലും ആശങ്ക ഉയരുന്നു, സ്വാഭാവികമാണ്. ഒരു തൊഴിൽ മേഖലയിൽ ഒരു ജനത അവരുടെ ആശങ്ക അത് ദൂരീകരിക്കേണ്ടതാണ്. എന്തായാലും പക്ഷേ ഈ ആശങ്ക ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച് ഈ പദ്ധതിയെ പിന്നോട്ട് നിർത്തുന്നോ, അതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകുന്നോ എന്ന ചോദ്യമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. അല്ല, അത് ശരിയായ സമീപനമല്ല. പദ്ധതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകണം. അതാണ് എടുക്കേണ്ടത്. നമ്മുടെ കേരളത്തിന്റെ ഒരു ടൂറിസം സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്കൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖല ടൂറിസം തന്നെയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, വരുമാന മാർഗങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അന്ധമായി എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ പദ്ധതി സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഒരുക്കാൻ എല്ലാവരും സഹായിക്കുക എന്നുള്ളതാണ്, സഹകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോ ഫങ്ഷനിങ് ഇല്ലാത്ത ഈ സാധനം ഞങ്ങൾക്ക് വിട്ടുതരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിലേക്കെല്ലാം പോയിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ആലപ്പുഴ ജില്ലയിൽ, ഒരുപക്ഷെ ആലപ്പുഴ ജില്ല മാത്രം കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഈ ടെർമിനലും അനുബന്ധ സ്ഥാപനങ്ങളും മാറുമെന്നുള്ള കാര്യം യാതൊരു സംശയം.